ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? മിനിങ്ങാന്നത്തെ വീഡിയോയ്ക്ക് ശേഷം ഇന്നാണ് പുതിയൊരു വീഡിയോയുമായിട്ട് വരാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഒരു എളിയ ധ്യാന വിഷയത്തിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഇന്ന് ഒട്ടുമിക്ക ആളുകളും അവരുടെ മൊബൈലിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ മറ്റ് TV മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ എല്ലാം ഒരു രണ്ടാം നിരയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അവസ്ഥയിലൂടെയാണ് അവയൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ കൈമടങ്ങ് കൊടുത്താൽ അത് മേടിച്ചിട്ട് ഇനി കള്ളത്തരമൊന്നും എഴുതാൻ പറ്റത്തില്ല. കാരണം സത്യസന്ധമായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ജനം അറിയും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇന്ന് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ. അപ്പം ഇതിലൊക്കെ അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ അതിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യും. അതിലെ പ്രൊഫൈലിൽ നമ്മുടെ ഒരു ഫോട്ടോ വെക്കും. ഇത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അതിങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം ഒരുപക്ഷെ ചില കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പുതിയ ഫോട്ടോകൾ നമുക്ക് കിട്ടാൻ ഇടവരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ എടുത്ത ഫോട്ടോ, നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ഫോട്ടോ പഴയതിലും നല്ലതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഴയ ഫോട്ടോ മാറ്റി പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യും. അപ്പം അതിന് നമുക്ക് ഒത്തിരി ജനങ്ങളുടെ ആശംസകൾ കിട്ടും, അഭിനന്ദനങ്ങൾ കിട്ടും, അപ്രിസിയേഷൻ കിട്ടും, ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാനും അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ വാട്സപ്പിലൊക്കെ മാറ്റി പുതിയൊരു പ്രൊഫൈൽ ഇട്ടു. ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ സ്വഭാവങ്ങളെ മാറ്റാറുണ്ട്. പുതിയ ചില ചിന്തകൾ കിട്ടുമ്പോൾ, പുതിയ ചില ബോധ്യങ്ങൾ കിട്ടുമ്പോൾ, പുതിയ ചില സൽസ്വഭാവങ്ങളെ നമ്മൾ ആരിലെങ്കിലുമൊക്കെ കണ്ടുമുട്ടാനിട വരുമ്പോൾ, എന്നിലെ മോശ സ്വഭാവത്തെ മാറ്റി അവരിലെ ആ നല്ല സ്വഭാവത്തെ നമ്മൾ സ്വാംശീകരിച്ച് അത് നമ്മളിൽ പ്രതിഷ്ഠിക്കാറുണ്ടോ ഒന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പലരുടെയും ഏറ്റവും വലിയ സങ്കടമാണ്, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും ആരും അംഗീകരിക്കുന്നില്ല, എന്നെ എല്ലാവർക്കും വെറുപ്പാണ്, എന്നെ എല്ലാവരും അവജ്ഞയോടെ തള്ളി മാറ്റുകയാണ്. അങ്ങനെ നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു ചിന്ത? നിങ്ങളെ അലട്ടാറുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം? ഇത് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഞങ്ങളുടെ അടുത്ത ടൗണിലെ ഒരു തുണിക്കടയിൽ, അവിടെ 50-ലൊക്കെ അധികം ലേഡീസ് സ്റ്റാഫ് ഉണ്ട്. അതിലൊരു സ്ത്രീയെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ സംസാരം നമുക്ക് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ മനഃപൂർവ്വം ഞാൻ അവർ നിൽക്കുന്ന ഏരിയയിലേക്ക് അവരെ സമീപിച്ചില്ല. ഞാൻ അതിന് പകരം അവിടെ തന്നെ വേറൊരു പെൺകുട്ടിയോട് പറഞ്ഞിട്ട് അവരുടെ സെക്ഷനിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സുകൾ ഞാൻ കളക്ട് ചെയ്തു. ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല. അതെന്ന് വെച്ചാൽ അവർക്ക്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ സ്ത്രീക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല. എനിക്ക് വേണമെങ്കിൽ പരാതിപ്പെടാം. അങ്ങനെ പരാതിപ്പെട്ടത് കൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മുടെ ഉള്ളിൽ കൂടുതൽ അസ്വസ്ഥത എന്നറിയാനായിട്ട് എടുക്കാവുന്ന നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്വഭാവ പ്രത്യേകതകൾ, അതായത് നെഗറ്റീവ് തലത്തിലേക്ക് ചിലരുടെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളുള്ളതിന്റെ പേരിൽ സമൂഹത്തിൽ ഇങ്ങനെയൊരു ചില ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു വ്യക്തി, ആ വ്യക്തി തിരിച്ചറിയേണ്ട ഒരു വലിയൊരു കാര്യം എന്താണെന്നറിയുമോ? നമ്മളൊരു മനുഷ്യനോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം തന്നെ 9 വിധത്തിൽ പറയാം. ഞാൻ ഒത്തിരി വർഷക്കാലം മാർക്കറ്റിംഗ് ചെയ്യുകയും അതിന്റെ തുടക്കത്തിൽ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് നേടുകയും ചെയ്ത വ്യക്തിയാണ്. ശാസ്ത്രീയമായിട്ട് മാർക്കറ്റിംഗ് ബിസിനസിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തൊരു വ്യക്തി, മാസങ്ങളോളം, 1-2 മാസമല്ല, ഏകദേശം 6 മാസത്തിലധികം. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് അന്ന് കിട്ടിയ ചില പഠനങ്ങൾ, ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്. നമുക്കിപ്പം നമ്മുടെ കുടുംബത്തിലാണല്ലോ, നമ്മുടെ ചുറ്റുവട്ടത്താണല്ലോ, നമ്മുടെ സമൂഹത്തിലാണല്ലോ, നമുക്ക് ആരോട് വേണമല്ലോ, എങ്ങനെ വേണം സംസാരിക്കാം. ഇപ്പം ഇത് പറയുമ്പോൾ ഓരോരുത്തർ പറയും, നമുക്കിപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ 100 പേര് നമ്മുടെ മുമ്പിൽ വന്നാൽ 100 പേരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? 100 പേരെ തൃപ്തിപ്പെടുത്തണ്ട, 95 പേരെ തൃപ്തിപ്പെടുത്താലോ. നമ്മളെ ഇങ്ങോട്ട് കൂടുതൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ നമുക്ക് അഭിമുഖീകരിക്കാൻ ചിലപ്പോൾ പലതരത്തിലും ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയൊക്കെ അവരോട് സൗമ്യമായിട്ട് ഇടപെട്ടാലും ശാന്തതയോടെ സംസാരിച്ചാലും അവർ ചിലപ്പോൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ചിലരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ 100% എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല, 95% തൃപ്തിപ്പെടുത്താലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്കൊരു വിളിയുണ്ട്.
നമ്മളൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ, നമ്മളൊരു ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമുക്കൊരു വിളിയുണ്ട്. അതെന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ ആ പാതയിലൂടെയുള്ള വിളിയാണ്. ആ പാതയിലൂടെ നടന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ അരികിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായം 1-ാം വാക്യം. ആ വചനം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ വിധത്തിലുള്ള ജീവിതം നയിക്കുവിൻ. അപ്പോൾ ഇങ്ങനെ യേശു സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന താൻ കുരിശും വഹിച്ചുകൊണ്ട് ആ നടന്നു നീങ്ങി തന്റെ കാൽപ്പാടുകൾ പറഞ്ഞ തന്റെ രക്തകണങ്ങൾ വീണ് വിശുദ്ധീകരിക്കപ്പെട്ട ആ സ്വർഗത്തിലേക്കുള്ള ആ മഹത്വത്തിന്റെ വഴി, ആ സ്നേഹത്തിന്റെ വഴി, ആ വഴിയാണ് നമ്മൾ നടക്കേണ്ടത്. അതാണ് നമുക്ക് ഓരോ ക്രിസ്ത്യാനിക്കും ഉള്ള വിളി എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അങ്ങ് ആ സ്നേഹത്തിന്റെ വഴിയെ നടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പം വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 17 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന 100 പേരുണ്ടെങ്കിൽ 100 പേരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ സാധിക്കുന്നിടത്തോളം അവരോട് ശാന്തതയിലും സൗമ്യതയിലും ഒക്കെ സംസാരിക്കാനും എളിമപ്പെടാനും, എത്രത്തോളം നമ്മളെ ഇറിറ്റേറ്റ് അവർ ചെയ്താലും നമ്മൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് അവരോട് വളരെ സ്നേഹത്തോടെ ഒന്ന് ഇടപെടാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. പിന്നെ നമ്മളെ ആരും കുറ്റപ്പെടുത്താനോ നമ്മളെ ഒരു വിധത്തിലും ആ വ്യക്തിയായിട്ട് അടുക്കാൻ കൊള്ളാത്ത വ്യക്തിയാണെന്നോ ആ വ്യക്തിയായിട്ട് സംസാരിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണെന്നൊന്നും ആരും പറയത്തില്ല. ഓക്കെ. അപ്പോൾ ഇതുപോലെ ജീവിതം ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തലിന്റെ അനുഭവങ്ങളിലൂടെ, തള്ളപ്പെടലിന്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എനിക്ക് ഇതേ പറ്റുള്ളൂ എന്നൊരു കാര്യം പറയരുത്. അത് അഹങ്കാരമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ആ സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, എൻ്റെ അടുത്ത് വന്നാൽ മതി, എന്നോട് സംസാരിച്ചാൽ മതി, എന്നെ കേട്ടാൽ മതി, എന്നെ കണ്ടാൽ മതി, അങ്ങനെ പറയരുത്. അത് ക്രിസ്തുവിന്റെ മാതൃകയല്ല, ക്രിസ്തുവിന്റെ വഴിയുള്ള ജീവിതമല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എളിമപ്പെടേണ്ട ആവശ്യം. അങ്ങനെ എളിമപ്പെട്ടാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ, മറ്റുള്ളവരെ കേൾക്കാൻ, മറ്റുള്ളവരെ കാണാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, മറ്റുള്ളവർക്ക് നമ്മൾ സ്വീകാര്യമാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നിരവധി വ്യക്തികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത അനുഭവങ്ങളിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ്. ഇങ്ങനെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെട്ട് കഴിയുന്ന വ്യക്തികളുണ്ട്. ഒരു സ്ഥാപനത്തിലും ജോലിക്ക് നിർത്തൂല. ഒരു സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അടുത്ത സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴത്തേക്കും അവരെങ്ങനെയെങ്കിലും അറിയും ഈ വ്യക്തിയെ പുറത്താക്കിയതിന്റെ കാരണം. ആ വ്യക്തിയെ നിർത്താൻ കൊള്ളത്തില്ല. ആ വ്യക്തിയെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ കമ്പനിയോ ആ സ്ഥാപനമോ അവർ കൂട്ടിക്കും. അവർ മറ്റുള്ളവരുടെ ഹൃദയത്തിലും കൂടെ അസ്വസ്ഥത വിതയ്ക്കും, ദുഷ്ടത കൊണ്ട് നിറയ്ക്കും. അതുകൊണ്ട് ആ വ്യക്തിയെ നിർത്തരുതെന്ന് ആരെങ്കിലും ഒക്കെ പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവിടുന്ന് എല്ലായിടത്തും പുറത്താക്കപ്പെടുന്ന അവസ്ഥ, ഒന്ന് ഉള്ളിലേക്ക് വലിയപ്പെടുന്ന അവസ്ഥ, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ സഹനങ്ങൾക്കും, നമ്മുടെ ജീവിതത്തിന്റെ പാപ സ്വഭാവം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ട് അത് എന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന സഹനമാണെന്നൊക്കെ പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ശരിയാകുന്നില്ല. എന്റെ പാപ സ്വഭാവത്തിന്റെ പരിണിത ഫലമായിട്ട് എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ട് ഞാനത് ദൈവം എനിക്ക് സമ്മാനമായിട്ട് തരുന്ന സഹനമാണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഞെളിഞ്ഞു നിൽക്കാൻ വല്ല കാര്യമുള്ളൂ? ഒരിക്കലും അത് സഹനത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല. ഓക്കെ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലേക്കും ഈ ഒരു ബോധ്യം കടന്നു വരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒരു സ്ഥാപനത്തിലും ജോലിക്ക് നിൽക്കാൻ പറ്റാതെ, ഒരിടത്തും തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ, അത് നിങ്ങളുടെ നാവിന്റെ മാത്രം പ്രശ്നമാണ്, നിങ്ങളുടെ കണ്ണുകളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ ഇടപെടലുകളുടെ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാതെ, നിങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കാതെ, നിങ്ങളുടെ നോട്ടത്തെ മയപ്പെടുത്താതെ,
നിങ്ങളുടെ പ്രശ്നം അവസാനിക്കില്ല. അതുകൊണ്ട് ഇതിന് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.